മൊത്തം അത് വൈറ്റ് വാഷ് ചെയ്ത് പെയിന്റ് ഒക്കെ ചെയ്ത് വൃത്തിയാക്കാൻ മഹേഷും ശിവയും വന്നിട്ടുണ്ട് കേട്ടാ. ഇവര് വന്നു കഴിഞ്ഞാൽ പെയിന്റിങ് പണി മാത്രമല്ല നമ്മൾ ചെയ്യിപ്പിക്കുക. ഈ തെങ്ങിന്റെ പട്ട മോളിയെ വീണിട്ട് 4-5 ഓട പൊട്ടിയത്. ഒരാൾ കമന്റ് ഇട്ടുണ്ടായിരുന്നേ, ഞങ്ങൾക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കുന്നു. എനിക്ക് ഷൈക്കിന്റെ ഒന്നുമില്ല. ഓ അപ്പൊ തരും വേണ. അടുത്തത് ഒരു സാധനം പൊട്ടിച്ചിട്ടുള്ളൂ, എന്നിട്ട് അതിന്റെയാണ് ഈ പേപ്പർ മുഴുവൻ. ഈ ശ്രീകോവിലിന്റെ മുന്നിലായതുകൊണ്ട് ഇതിന് ഞാൻ മറുപടി അറിയണില്ല. നമ്മുടെ യേശുദാസിന്റെ ഒരു പാട്ട് പാടാം. പഞ്ചവർണ്ണ കുളിരേ പാലാഴിക്കടവിൽ വരുമോ, കൂടെ വരുമോ. മതില് ഹൈറ്റ് കൂട്ടിയല്ലോ നമ്മുടെ. അപ്പോൾ ഇപ്പൊ ഇങ്ങനെ പല കളറായിട്ടാണ് നിൽക്കണം. അപ്പോൾ മൊത്തം അത് വൈറ്റ് വാഷ് ചെയ്ത് പെയിന്റ് ഒക്കെ ചെയ്ത് വൃത്തിയാക്കാൻ മഹേഷും ശിവയും വന്നിട്ടുണ്ട് കേട്ടാ. ആദ്യം ക്ലീനിങ് ആണ്. ക്ലീനിങ് എന്ന് പറയുമ്പോൾ പൂപ്പലൊക്കെ ഉണ്ട് ഈ ഇതുമ്മലൊക്കെ. അപ്പോൾ അതൊക്കെ കളഞ്ഞ് ക്ലീനിങ് കഴിഞ്ഞിട്ട് പിന്നെ വൈറ്റ് വാഷ് ചെയ്യണം അല്ലേ. വൈറ്റ് വാഷ് ചെയ്യണം, എന്നിട്ട് പെയിന്റ് അടിക്കണം. മൊത്തം അവിടെ തൊട്ട് ചെയ്യണം. പിന്നെ അതേപോലെ നമ്മുടെ ഈ ഇനിയിപ്പോൾ വേനൽക്കാലമായില്ലേ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ശരിയാക്കണം. ഇതിൻ്റെ ഉള്ളിൽ ഷീറ്റ് മാറ്റണം. ഷീറ്റിന് ഓട്ട വീണല്ലോ, അപ്പോൾ ഷീറ്റ് മാറ്റണം. പിന്നെ മുകളിൽ ഇനി ടാർപ്പായി ഇടാൻ പോവുക. അല്ലെങ്കിൽ ഇനിയും വർഷക്കാലം വരുമ്പോൾ അതിൽ നിന്ന് വെള്ളം വീണിട്ട് ഇപ്പോൾ പച്ച നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇട്ട് മുഴുവൻ പൂപ്പലായി. അതിൽ മഴക്കാലത്ത് മുഴുവൻ വെള്ളം കെട്ടി നിന്നിട്ടേ, മുകളിൽ നിന്ന് വെള്ളം വീണിട്ട് വെള്ളം കെട്ടി നിന്നിട്ട് അതുമ്പോൾ മുഴുവൻ പൂപ്പലായി. ഇനി അതെല്ലാം എടുത്തിട്ട് ഈ പ്രഷർ പമ്പ് വെച്ചിട്ട് തന്നെ അത് ക്ലീൻ ചെയ്യണം. അപ്പോൾ മുകളിൽ ടാർപ്പായി ആക്കി കഴിഞ്ഞാൽ ഉള്ളിലേക്ക് വെള്ളം വീഴില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യണം. അതൊക്കെ അവരാണ് ചെയ്യണത്. ഇതിൻ്റെ ഓട് ഇറക്കിയിട്ട് ഇതിനെ നേരെയാക്കൽ. പിന്നെ നമ്മുടെ കുടിലിൻ്റെ മുകളിൽ പട്ട വീണിട്ട് 3-4 ഓട് പൊട്ടിയിട്ടുണ്ട്, അത് ശരിയാക്കണം. അങ്ങനെ കുറേ പണികളുണ്ട് ഇവർക്ക്. ഇവർ വന്നു കഴിഞ്ഞാൽ പെയിൻറ്റിങ് പണി മാത്രമല്ല നമ്മൾ ചെയ്യിപ്പിക്കുക. ഇവരെ കൊണ്ട് അത്യാവശ്യം കുറേ പണി എടുപ്പിച്ച് പാട്ടൊക്കെ പാടിപ്പിച്ചിട്ടേ വിടുള്ളൂ. നമ്മുടെ മഹേഷ് ജീവിയും ഇവിടെ അടിപൊളിയായിട്ട് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കഴുകലൊക്കെ കഴിഞ്ഞ് അവർ പെയിൻറ്റിങ്ങിലേക്ക് കടന്നു. പെയിൻ്റ് അടിക്കുമ്പോൾ സരിത ഇവിടെ ഇല്ല. അവരൊക്കെ കടയിലേ ശിവതേ പെയിൻ്റ് അടിക്കുന്നു. സരിതയൊക്കെ കടയിൽ മറ്റേ ഡ്രസ്സുകൾ സെറ്റ് ചെയ്യാൻ പോയൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണം എനിക്ക്. അതെ മഹേഷ് പാട്ട് പാടിയില്ലോട്ടാ. ഇവർക്കെന്നേ ഉച്ചയ്ക്ക് നമ്മുടെ മതിക്കുന്നി വാലിന്, മതിക്കുന്നി വേല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്മേരെ വീടിന് പൊന്നൂക്കരത്തെ പ്രധാനപ്പെട്ട ഒരു വേല എന്ന് പറയും. ഞങ്ങളുടെ പൂരെന്ന് പറയും, മതിക്കുന്നി വേല. കുറേ ദേശക്കാരെ ആനകളൊക്കെ വന്നിട്ട് 20 ദേശം ഉണ്ടെന്ന്. ചെറുപ്പകാലത്ത് അങ്ങോട്ട് പോവും. പൊന്നൂക്കര എന്ന് പറഞ്ഞാൽ അമ്മ കുയില് ചെറുപ്പകാലത്തേ അമ്മേരെ വീട് അവിടെയാണല്ലോ. കുഞ്ഞിതായിരിക്കുന്ന ടൈമിലൊക്കെ അങ്ങോട്ട് പോവും. ഇപ്പോൾ അവിടെ തന്നെ, പക്ഷെ അവിടെ ആരും ഇല്ല. ഇപ്പോൾ അവിടെ മാമന്മാരൊക്കെ മരിച്ചു പോയില്ലേ. അപ്പോൾ അവിടെ പലഹാരം ഉണ്ടാക്കും. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ മറ്റേ അച്ചപ്പം ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കും. അതൊക്കെ കഴിക്കാനായിട്ട് അന്ന് പണ്ട് കാലത്തൊക്കെ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പൂരം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരു അതിന് മുന്നേ വേറെ കാര്യം പെട്ടെന്ന് നോക്കിയാൽ ഒരു പട്ട മോളിൽ നിന്ന് ഇതേ കാറ്റത്ത് നോക്കിയാണ്ട് തെങ്ങില്ലേ നോക്കിയേ. മാച്ച് തരാ. ഈ തെങ്ങിൻ്റെ പട്ട മോളിയെ വീണിട്ട് ഓട് പൊട്ടി ഭാഗ്യത്തിന്. ഇതേവിടെ പീസുകൾ എടുക്കണ്ട. ഇതൊക്കെ 4-5 ഓട പൊട്ടിയത്. ഇതേ പീസുകൾ എടുക്കുന്നുണ്ട. ഇതൊക്കെ തലയിൽ കുത്തി വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഹേഷ് ഇത് മാറ്റി എന്നുള്ള നാളെ അവർ കയറിയെന്ന് മാറ്റി തരും. 4-5 ഓട് പോയി പൊട്ടിയിട്ട്. കഞ്ഞി വെച്ചിട്ടുണ്ട്, എനിക്കുള്ള കഞ്ഞി അവരൊക്കെ നേരത്തെ പോയി. ഇവിടെ ഊറ്റണം എനിക്ക്. അരി വെന്തു ഊറ്റിട്ടാണ്ട് പോവാ അല്ലേ. അപ്പം മഹേഷ് പാട്ട് പാടിയില്ലോട്ടെ. ഇത് ഊറ്റിയിട്ട് അല്ല, അവർക്ക് ഉച്ചയ്ക്ക് ഇവരെ കൂട്ടുകാരന്മാർ മതിക്കുന്നി വേലയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം പോയി ക്ഷണിച്ചതാ. കുപ്പി പൊട്ടിക്കറാ അവിടെ കൂട്ടുകാരാ. അതില്ലാണ്ട് വരില്ലല്ലോ. നോണ പറയരുത് നിങ്ങൾ. അമ്പലത്തില് ചോറ് കൂടുതലായ
ജഗുവിന് കാലത്ത് ഞാൻ ദോശ ഉണ്ടാക്കി കൊടുത്തു. ജഗുവിനെ കാലത്ത് ഞാൻ ദോശ ഉണ്ടാക്കി കൊടുത്തു. ദോശ മാവുണ്ടായിരുന്നു. നിങ്ങൾ നോണ പറയണേ. ഇവർ നോണ പറയാൻ നമുക്കറിയാം. ഓ, കുപ്പി പൊട്ടിക്കാണ്ട് ഒരു പൂരം വാലി. ഇപ്പം പാട്ട് പാടും. ഞാൻ ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ ഇനി കുറേ കഴിയുമ്പോൾ വരില്ലോ. ഒരു മിനിറ്റ്, അവനെ കൊണ്ട് പാട്ട് പാടിപ്പിക്കപ്പോൾ ചോറോടെ ആത്തി കൊണ്ടു നോക്കിയില്ല കേട്ടാ. കഞ്ഞി കുടിച്ചിട്ടില്ലേ? കാലത്ത് 10:45 സമയം വാച്ചില്ല. അതെ, മധുക്കുന്നി വേലയ്ക്ക് കുറച്ച് കഴിഞ്ഞാൽ അവർ പോവും. അതിന് മുന്നേ ഇവനെ കൊണ്ട് പാട്ട് പാടിപ്പിക്കും. പാട്ട് പാടിക്കോട്ടെ. നമ്മുടെ യേശുദാസിന്റെ ഒരു പാട്ട് പാടാം. കൂട്ടിലെത്താൻ കൊതിക്കുന്ന കുയിൽ കുഞ്ഞും നിന്റെ പാട്ടു കേട്ട് മടിത്തൊട്ടിൽ ചൂടറിയും. ആട്ടവിളക്കണഞ്ഞൊരി കളിയരങ്ങിൽ നിന്റെ ആത്മരാഗ സ്പന്ദനങ്ങൾ തിരി തെളിച്ചു. നീരാടാൻ പോകണ്ടേ, നീലാഞ്ജനമെഴുതണ്ടേ, താലിപ്പൂവണിയണ്ടേ, താരാട്ടും പാടണ്ടേ. ഒരു ജന്മം ഞാനും നേടി നിന്നെപ്പോലെ, ഇനി നീ എൻ ജീവിത സായുജ്യമാകൂ. പഞ്ചവർണ്ണ കുളിരേ പാലാഴിക്കടവിൽ വരുമോ, കൂടെ വരുമോ. നെഞ്ചിലൂറും മധുരം തേൻ ചോരും മൊഴിയിൽ തരുമോ, പാടിത്തരുമോ. മുന്നാഴി മുത്തുണ്ട്, മൂവന്തി പൊന്നുണ്ട്, മുകിലാരം കാവിൽ പൂരം കാണാം. മാനുണ്ട്, മയിലുണ്ട്, മഞ്ചാടിപ്പുഴയുണ്ട്, മഴവില്ലിൻ കൂടാരത്തിൽ പോകാം. ആരും കാണാ പുലരികൾ കാണാം. പഞ്ചവർണ്ണ കുളിരേ പാലാഴിക്കടവിൽ വരുമോ, കൂടെ വരുമോ. ഇതൊക്കെ വെറുതെ പെയിന്റ് അടിക്കുന്നതിൽ പാടിയിട്ടുണ്ട്. പാപം, ഒരു പ്രാക്ടീസ് ചെയ്യാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടാ. അടിപൊളിയുണ്ട് കേട്ടാ. ഇനി എനിക്കൊരു ഉപകാരമുണ്ട് നിന്റെ ജീവിതം. അത് അവിടെ നമ്മള് ഇവിടെ 4 ഡ്രാഗൺ ഫ്രൂട്ട് നട്ടിട്ടുണ്ട്. അതിന് 4 കാലുകൾ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ അന്ന് അവിടെ കൊണ്ടുവന്ന് വെച്ചു. ആ 4 കാലുകള് പിടിച്ച് കൊണ്ടുവന്ന് വെക്കണം. ഞാൻ ഹെൽപ്പ് ചെയ്യാം കേട്ടാ. ഇപ്പൊ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി. എന്നിട്ട് കുറച്ചടിച്ചിട്ട് ഞാൻ അവിടെ പോയിട്ട് ഇങ്ങോട്ട് വരും. നമ്മള് കടയിൽ പോയപ്പോ സരിതിയും ധന്യം തുണികള് തിരിച്ച് അതിൻ്റെ ഇതൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. രാന്തൂരും ഞാൻ അങ്ങോട്ട് പോന്നു. അപ്പൊ ഇവർക്ക് പോവാറായി. അപ്പൊ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടില്ലേ, 4 പേര്, 1 2 3 4. അപ്പോൾ ഇവർക്ക് കാല് വെക്കണ്ട, കാല്. അപ്പോൾ ആ കാല് എടുക്കാനായിട്ട് അവർ ഹെൽപ്പ് ചെയ്യാനായിട്ടൊന്ന് വരാൻ പറയാം. അപ്പം നമുക്ക് കാലെടുത്ത് കൊണ്ടുവരാം. കുഴിച്ചിട്ടില്ല, ഞാൻ തന്നെ കുഴിച്ചിടും. ഇതാണ് നമ്മുടെ 4 കാലുകൾ കേട്ടാ. കുറേ നാളായി ഇവിടെ ഇരിക്കുന്നത്. ഇതൊന്നും കൊണ്ടുവച്ചല്ലേ? ആ, പിടിക്കാം. ഞാൻ സാർ മഹേഷ് അവിടെ പിടിക്കും. 4 കാല്. മറ്റേ ഈ അർബാൻ എടുക്കണേ വേണ്ടല്ലേ? ഇങ്ങനെ കൊണ്ടുവരാം നമുക്ക്. ഹോയ് ഹോയ് ഹോയ്. അവൻ വിചാരിച്ചേ വില ഇരുമ്പിന്റെ കാലാ. എനിക്ക് ഒറ്റയ്ക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല, തണ്ടലോടിയും. 80 കിലോ തൂക്കണ്ടത് വരണം. എന്തായാലും ഇവർ വന്നു. അത് പിന്നെ ഇപ്പൊ കുഴിച്ചിട്ടില്ല. ഞാൻ ടീ കുഴിച്ചിടാൻ പറ്റും എനിക്ക് ഒറ്റയ്ക്കാ. അതൊക്കെ ഞാൻ കുഴിച്ചിട്ടുണ്ട്. എന്നപ്പോ പൊക്കണ്ടേ? ഏയ്, ഇവിടെ വെച്ചാൽ മതി. അവിടെ വെച്ചാൽ വെച്ചാ പതുക്കെ വെച്ചാൽ മതി. അടിപൊളി. ഇതുപോലെ ഇനി ബാക്കിലൊരു കൊണ്ടു നോക്കിട്ടെ. ഒടിവില്ലേ? നടക്കാൻ പറ്റും നിനക്ക്? ജിമ്മിൽ പോയിട്ട് 60-100 കിലോമീറ്റർ അടിക്കണം. ഇവർക്ക് 2 പേർക്കും പിടിക്കാനുള്ളതെന്ന് ഞാൻ പിടിക്കണ്ടെന്ന്. ഞാൻ പിടിക്കുമ്പോൾ അവർക്ക് നടക്കാൻ ഒരു ബുദ്ധിമുട്ടെന്ന്. പിന്നെ ഒരു കമ്പനിക്ക് ഇവരോട് വർത്താൻ പറഞ്ഞ് ഞാൻ ഒപ്പം നടക്കണമെന്ന് മാത്രം. ഞാൻ പിടിക്കാട്ടാ. നമ്മുടെ മഹേഷ് ശിവിയും മതിലുമ്മ ഫസ്റ്റത്തെ കോട്ട് അടിച്ചു കഴിഞ്ഞ് അവർ പോയി. കണ്ട, ഇങ്ങോട്ട് ചുറ്റും ഒരുവിധം അടിച്ചു കഴിഞ്ഞു. ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് ദൂരം ഇവിടെ ചെത്തി തയ്ക്കാണ്ട്. നമ്മുടെ മുരളിയേട്ടൻ ടീം ചെത്തി തയ്ക്കണമെന്ന് പറഞ്ഞിട്ട് അവർ വന്നിട്ടില്ലേ. ഇതേ ഇവിടെ നിന്ന് അത്രയ്ക്ക് ദൂരം, കുറച്ചുള്ള അത്രയ്ക്ക് വീതിയിൽ ചെത്തി തയ്ക്കാണ്ട്. അത് ചെത്തി തയ്ച്ച് കഴിഞ്ഞിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ ഒരു കൊല്ലമായിട്ടില്ല ചേട്ടാ, ഒരു 6 മാസമായിട്ട് വെച്ചിട്ടുള്ള വിയറ്റ്നാം വരലിയാണ്. ചക്ക പൊടിഞ്ഞു തുടങ്ങിയണ്ട. ഒന്നുമില്ല. ഇനിയിപ്പോൾ അവർ മധുക്കുന്നി വേല കാണാൻ പോയി. ഞാൻ നമ്മുടെ ഈ കാലുകൾ 4 കാലുകൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലോ. ഇതിന് ഇതിൽ ഞാൻ എല്ലാ വേസ്റ്റുള്ള കൊണ്ടുവന്നിട്ടാ. അതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണ്
ഉണങ്ങാണ്ടിരിക്കാൻ കൊണ്ടുവന്നതാണ്. എല്ലാ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചക്കറിയുടെ വേസ്റ്റും അത് കോഴിമുട്ടയത്തോടെ എല്ലാം കൊണ്ടുവന്നിടും. ഇതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണ് ഉണങ്ങില്ല. മണ്ണ് എപ്പോഴും ഒരു ഇതൊടുക്കത്തെ കനമാണ് അവർ. അപ്പോൾ നമ്മൾ നാലം കുഴിച്ചിടുന്നത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയതേ ഇവിടെയാണ് ഇവിടെയാണ് കാല് കുത്താൻ പോകുന്നത്. കണ്ട ഇവിടെയാണ് കുഴിച്ചിട്ട് ഇങ്ങനെ വെക്കും, ഈ കാല് വയ്ക്കും. അതാണ് ഇപ്പോൾ ആദ്യത്തെ അങ്ങനത്തെ നല്ല പണിയാണ്, നല്ല പണിയാണ്. അല്ലാണ്ട് അവിടെ നിന്ന് വണ്ടൻ ഇളാങ്കെടുത്ത് പോകുന്നുണ്ട് കേട്ടോ. ചാർലി ഇമ്രാനും പറന്ന് പോകണുണ്ടല്ലോ. ചാർലി ഉഷാറായിട്ടാ. ആരാ പറഞ്ഞു, ഒരാൾ കമൻ്റ് ഇട്ടുണ്ടായിരുന്നേ, ഞങ്ങൾക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കുന്നു, നായ്ക്കളെ നിങ്ങൾ തല്ലണതിനെതിരെ എന്തിട്ട് PET എന്നിട്ട് എന്തൊരു സംഘടനയിലേക്കാണ്ട് പരാതി കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ CCTV നോക്കിക്കോളാൻ പറഞ്ഞു. ഉപദ്രവിക്കുന്നതിന് മൃഗസ്നേഹികൾ എന്തൊരു താങ്ങിയാണ്ടത് എനിക്കാണ്ട് കൊടുക്കേണ്ടതെന്ന്. ഇവിടെയാണ് നമ്മൾ കുഴി കുത്തുന്നത് കേട്ടോ. ഒരാൾ പറഞ്ഞു ഇതിൻ്റെ ഉള്ളിലാണ് ഈ കാല് കുത്തേണ്ടത്. അത് നടപ്പുള്ള കാര്യമില്ല, അതിൻ്റെ ഉള്ളിൽ എങ്ങനെ വെക്കാൻ പറ്റും നമുക്ക്? ഇതാകുമ്പോൾ കുഴപ്പമില്ല. അതാ ചാർലി ഇമ്രാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പാടാ. ഭയങ്കര ഓടിക്കളി രണ്ടുപേരും. ചാർലി കാലുമിലത്തെ ഇത്തിനോടിയും മാറാണ്ട് അത് മാറി വന്നതായിരുന്നു. മാറി വന്ന ടൈമിലാണല്ലോ വീണ്ടും ആൾ മതിൽ ചാടിയത്. മതിൽ ചാടിപ്പോൾ നല്ല ഉയരണ്ടല്ലോ, ആ ഉയരത്തു നിന്ന് വീഴുമ്പോൾ കാല് വീണ്ടും ചളങ്ങി. അതന്നെ, വേറെ ഒന്നും ഉണ്ടായില്ല. ഇനിയിപ്പോൾ അത് മാറി വരുമ്പോൾ അടുത്ത ചാട്ടപ്പോൾ കുറേ ദിവസമായിട്ട് ഇപ്പോൾ ചാടി പോകണമെന്നില്ല. നല്ല ഡീസൻറ്റ് സ്വഭാവം രണ്ടുപേരിപ്പോൾ. 4 കുഴി കുത്തി. സരിതയും അവരൊക്കെ കടയിലാ ഉദ്ഘാടനത്തിൻ്റെ ഇതാ പറയില്ലേ, ഡ്രസ്സുകളൊക്കെ സെറ്റ് ചെയ്യണ തിരക്കില്ല. ഈ കുഴി കുത്തിനാകുമ്പോൾ പണ്ട് ഓർമ്മ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ കല്യാണങ്ങളൊക്കെ ഉണ്ടാവില്ലേ, കല്യാണം അടിയന്തരം ആരെങ്കിലുമൊക്കെ മരിച്ചിട്ട് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ വീടിൻ്റെ മുറ്റത്തായിരിക്കും. വീടിൻ്റെ മുറ്റത്ത് പന്തൽ പണി ആരംഭിക്കും. പന്തലിടും. ഇപ്പോഴുള്ള ആളുകൾക്കൊന്നും അറിയില്ല, ടാർപ്പായ എന്ന് പറയും. ടാർപ്പായ നല്ല മഴക്കാലത്തൊക്കെയാണെങ്കിൽ നല്ല ടാർപ്പായ, മഴക്കാലത്തല്ല വേനൽക്കാലത്ത് ടാർപ്പായ നീ കേട്ട പപ്പട കളറുള്ള ഒരു സാധനമുണ്ട് നല്ല കനത്തുള്ളത്. ആ ടാർപ്പായ മുറ്റത്ത് വലിച്ചു കിട്ടും. അതിന് മുന്നേ ചിലർ മുറ്റം ഫുള്ളായിട്ട് ഇങ്ങനെ തിണ്ടൊക്കെ ഇട്ടിട്ട് ചുറ്റും മുറ്റം നല്ല വലിപ്പം ഉണ്ടാവും. മുറ്റങ്ങൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വീട്ടിലായിരുന്നുള്ള സദ്യകളൊക്കെ ഉണ്ടാവും. അപ്പോൾ മുറ്റത്ത് അടിപൊളിയായിട്ട് ചാണൊക്കെ തേച്ച് തിണ്ടൊക്കെ പിടിപ്പിച്ചിട്ട് അതിൻ്റെ ചുറ്റും ഈ പന്തൽ പണിക്കാർ വന്നിട്ട് ഇങ്ങനെ കുഴി കുത്തും. നല്ല തേക്കിൻ്റെ കാല അങ്ങനെ എന്തെങ്കിലുമൊക്കെ വയ്ക്കും, മുളക്കാലുകൾ നല്ല അതൊക്കെ വെച്ചിട്ട് വീടിൻ്റെ ഇതുമെന്ന് കഴുക്കോലുമെന്ന് ഈ ടാർപ്പായ ഇങ്ങനെ വലിച്ച് കിട്ടും. സദ്യ മെയിൻ പന്തൽ, പിന്നെ ബാക്കിൽ പാചകം ചെയ്യാനായിട്ട് ഒരു ചെറിയ പന്തലും പണിയും. അപ്പോൾ അത് ഓർമ്മ വരും. ഞാൻ കേട്ടിട്ടുള്ളത് നമ്മുടെ കലാഭവൻ മണിയില്ലേ, നമ്മുടെ മണി പന്തൽ പണിക്കൊക്കെ പോയിട്ടുണ്ടെന്ന്. ഏതൊരു ഇതിലുണ്ട് പന്തൽ പണിയുടെ അതിൽ ഭയങ്കര നാടൻ പാട്ടൊക്കെ പാടി ആളുകളൊക്കെ രസിപ്പിക്കുന്നതൊക്കെ ആളെ കാര്യങ്ങളിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. കഷ്ടം പോയി കാര്യം ഒരുവിധം താന്നു തുടങ്ങിയിട്ടാ. ഞാൻ ഒറ്റയ്ക്ക് എടുത്ത് ചാർലിയെ എവിടെയായിരുന്നറാ നീ? ഇവിടെ ഞാൻ കുഴി കുത്തുന്ന കണ്ടില്ലേ? മുതലാളിയാണെങ്കിൽ കുഴി കുത്തിക്കുക, ഞങ്ങൾക്ക് വേറെ പണിയുണ്ട് എന്ന് പറയുന്നു ചാർലി. ഡാ കാലുമിലത്തെ മാറിയാ? എവിടെ തൽപര കക്ഷിയല്ല. ഇമ്രാനെ ഡാ എങ്ങടെ പോയേ? ഷെയ്ക്കിൻ്റെ ഷെയ്ക്കിൻ്റെടെ ഇമ്രാൻ ഡാ ഷെയ്ക്കിൻ്റെടെ ചാർലി ഷെയ്ക്കുന്ന അവൻ്റെ ഇവൻ്റെ ഷെയ്ക്കും വേണ്ട. ഷെയ്ക്ക് കൈ ഹലോ ഷെയ്ക്കിൻ്റെ ഷെയ്ക്ക് തന്നെ തട്ടാണ്ടതാ. ഷെയ്ക്കിൻ്റെതാ താടാ, മുട്ട തരാം, പാല് തരാം. ഇവർക്കൊരു സാധനം തന്നിട്ടാ, മറ്റേ നമ്മുടെ ഈ UK തന്നിട്ടുള്ള മറ്റേ നമ്മൾ പാചകം ഇവിടേക്ക് പോയില്ലേ, വെള്ളിക്കുളങ്ങരയ്ക്ക് പോയില്ലേ, ഒരു ഇത് തന്നിട്ട് എല്ലിൻ്റെ ആ സാധനം ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇപ്പോഴത്തെ 2 എടുത്തുകൊണ്ടുവരാം. ആദ്യം നമുക്കൊരു കുഴി കുത്തിയില്ല, ഇത് ഒരെണ്ണം വെച്ചിട്ട് നമുക്ക് എടുത്തുകൊണ്ടുവരാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് കാലം ഞാൻ അതിലേക്ക് വെക്കാൻ പോകുന്നു കേട്ടോ. ഒട്ടുക്കത്തെ കാനാണ്, ആരുമില്ല, ഒറ്റയ്ക്ക് തന്നെയാണ് ഞാൻ വെക്കാൻ പോകുന്നത്. ഇതിനെങ്ങനെ വെക്കണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനെ ഇനി കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് നമ്മുടെ ചെറിയ ളാങ്ക്. ഇതെനിക്ക് ഇങ്ങനെ നഹി
ഏലോ ആ ഇങ്ങനെ പറ്റില്ലേ? ശരിക്കും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നീ അവിടെ പൊക്കാൻ പോകണം. കിട്ടിയില്ല കിട്ടും. ആ ഇറങ്ങി, ഫസ്റ്റ് കാലം ഇറങ്ങി. ഇതാണ് പരിപാടി. നിൽക്കണ്ട്, കൂളായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ കുഴി ക്ലിക്കായി. 2-3 കല്ലും ഇതൊക്കെ ഓട്ടുമുറിയൊക്കെ വെറുതെ ഇട്ട് കൊടുക്കാം. അധികമൊന്നും വേണ്ട, മണ്ണ് ഉറച്ചോളും കുറച്ച് കഴിഞ്ഞാൽ. ഇങ്ങനെയാണ് ഞാൻ വയ്ക്കാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ചിലപ്പോൾ എൻ്റെ രീതി ഒരു വെട്ടിത്തരം ചെയ്യുന്നതായിരിക്കും, പക്ഷെ എന്നാലും ചേട്ടൻ പറഞ്ഞ് ഇങ്ങനെ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഇതുമൂടെ പടർത്തി ഇങ്ങോട്ട് വരുത്തും. ഇവിടെ മിക്സിനെ കൊണ്ട് ഒന്നിങ്ങനെ കമ്പി ഇങ്ങനെ ഒന്ന് ഓട്ട തുളച്ചിട്ട് മറ്റേ ഡ്രില്ലുകൊണ്ട് തുളച്ചിട്ട് ഇതിലൊരു കമ്പി വയ്ക്കുക, ഇപ്പുറത്തൊരു കമ്പി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അതിങ്ങനെ വിലങ്ങനെ വെച്ച് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ മുകളിൽ ടയറില്ലേ മറ്റേ ബൈക്കിൻ്റെ ടയർ അത് വയ്ക്കാമല്ലോ വെച്ചിട്ട് വിചാരിച്ചോടത്. അങ്ങനെയൊക്കെയാണ് പ്ലാൻ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വെച്ചു. ഒരെണ്ണം കുഴിച്ചു. നമുക്ക് അവർക്ക് സാധനം കാണിച്ചു തരാം. നീ എനിക്ക് ഷൈക്കിൻ്റെ ഒന്നുമില്ല വേണോ? എന്താ ഷൈക്കിൻ്റെ? ഓ അപ്പോൾ തരും. ഇപ്പോൾ എടുത്തുകൊണ്ടിരാട്ടാ. ഇതാണ് ആ സാധനം. ഇതാണ് ഇവരെ ഹഠാത് ആകർഷിക്കുന്ന സാധനം. ക്രഞ്ചി ഡക്ക് കാൽസ്യം ബോൺ. ചാർലിക്ക് അറിയാം. ചാർലി അങ്ങനെ ഇതല്ലട്ടാ ഇടാടാ വേണ. ഞാനേ പിന്നെ ഇതിൽ കഴിയാറായിട്ടാ. ഇത് നല്ല വിലയുണ്ടെന്നുണ്ട് ഈ സാധനത്തിന്. കേട്ടാ, ഇതാണ് ഇങ്ങനത്തെ സാധനമാണ്. ഒരു എല്ലിൻ്റെ രൂപത്തിലുള്ള സാധനമാണ് കേട്ടോ. ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് തിന്നില്ല. ഭയങ്കര ഇഷ്ടമാണ്. ഇത് വല്ലയിടത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഇരുന്നിട്ട് പതുക്കെ ചാർലി ഭയങ്കര സാവധാനം എടുത്തിട്ടില്ല. ഇവൻ പെട്ടെന്ന് തന്നെ കൊണ്ടുപോയിട്ടാ വേണ. എന്നാ ഇമ്രാനെ കൊടുക്കട്ടെ. അതെ ഷെയ്ക്കിൻ്റെതാ ഷെയ്ക്കെന്താ ഇത് തന്നു കഴിഞ്ഞ് തരാം. കൊണ്ടുപോക്കാട്ടാ. ഞാൻ അത് കൊണ്ടുപോട്ടാ. ഞാൻ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിരുന്നിട്ട് ആരും കാണാതെ അവിടെ ഇരുന്നിട്ട് കുറേ സമയം പിടിക്കും. ഇനി ചാർലിക്ക് കൊടുക്കാം. ചാർലി പിന്നെ ഇതിനെ ആസ്വദിച്ച് പെട്ടെന്നും കടിക്കില്ല, സ്മൂത്തായിട്ട് കുറേ സമയം പിടിച്ചിട്ട് മെല്ലെ ഇരുന്ന് കഴിക്കില്ല. ഇത് വേറെ പുതിയത് ഓർഡർ ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ. ഇത് UK എന്ന് പറഞ്ഞ കേട്ടാ. നമ്മളെവിടെയും കിട്ടും ഈ സാധനം. നമ്മളവിടെ കിട്ടുന്നത് എങ്ങനെയുണ്ടെന്ന് അറിയില്ല. മെല്ലെ 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 അതും ഇരുന്ന് പയറ്റും. അതിന് പെട്ടെന്നും തിന്ന് കഴിക്കില്ല. ഒരു 10 മിനിറ്റെങ്കിലും ചാർലി അതുമേ ഇരിക്കും. സാധാരണ ഇതിൽ സെക്കൻഡുകളിൽ തിന്ന് കഴിക്കാൻ പറ്റുന്ന സാധനം എന്തോണ്ട്, പക്ഷേ ഇവർ മെല്ലെ ചെയ്യല്ലോ. സാധാരണ ഇമ്രാൻ എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ ഇമ്രാൻ ഒറ്റയടിക്ക് അത് വിഴുങ്ങും. വേണ്ട, വളരെ സ്ലോവിലാണ് ആൾ പയറ്റുന്നത്. അടുത്ത കാലുകുത്താം. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇങ്ങനെ കാലുകുത്തപ്പോൾ ഒരു കാല് ഞാൻ കൂളായിട്ട് കുത്തിയില്ലോ, അതിൽ വെച്ചുല്ലോ. ഇത് വെക്കുമ്പോൾ ആളുകൾ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ നടക്കാൻ ബുദ്ധിമുട്ടാവില്ല എന്ന് പറയണത്. ഈ വശത്തേക്ക് നമുക്ക് വരേണ്ട ആവശ്യം തന്നെയില്ല. ഇപ്പോൾ ഇതിൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഇത് ഏകദേശം ഇത്രയ്ക്ക് ഇതിൽ വരില്ലോ. അങ്ങനെ ഇപ്പോൾ ഞാൻ റൗണ്ട് അടിക്കുന്നതിൻ്റെ അത്രയ്ക്ക് ഇതിൽ വരില്ലോ. ഈ സാധനം ഇങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെയുണ്ട് വരില്ലോ. നീരാളിയുടെ കൈകൾ പോലെ ഇങ്ങോട്ട് വരില്ലോ. പക്ഷേ എന്നാലും നമുക്ക് ഇവിടെ നടക്കേണ്ട ആവശ്യം വരില്ലയെന്ന്, അതുകൊണ്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. തടസ്സം വരില്ലയെന്ന് കുറേ പേര് അങ്ങനെ കമൻറ്റ് പറഞ്ഞിട്ടുണ്ടേ. നിങ്ങൾക്കിതിലെ വരുമ്പോൾ നടക്കുമ്പോൾ തടസ്സം വരില്ലെന്ന്. നടക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതിന് പിന്നെ വലിയ വളപ്രയോഗം കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. ഉണ്ടായി കഴിഞ്ഞാൽ അടിപൊളിയായി. ഇവിടെ ഇപ്പം എല്ലാവരും വീട്ടിൽ ഡ്രാഗൺ ഫ്രൂട്ട് വയ്ക്കുന്നുണ്ട്. വീട്ടിലുണ്ടാവണതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് അത്ര പോരാ. ഇയാളാങ്കേ ഒടുക്കത്തെ കന കുറച്ച് നേരം പണിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വയ്യാണ്ടാവും. ഈ തൂളലില്ലേ അത് പുറത്തിൻ്റെ ഇതും കഴയ്ക്കും. ഭയങ്കര കന. അത് 10 കിലോന് മീതിൻ്റെ സാധനം തൂക്കും. പക്ഷേ ഇങ്ങനത്തെ കുഴി കുത്താനായിട്ട് പെട്ടെന്ന് കഴിയും. ഇമ്രാൻ്റെ കഴിഞ്ഞുകൊണ്ട് ചാർലിയിൽ ചാർലി ഇവർ രണ്ടുപേരും നല്ല രസമാട്ടാ. ഇവറ്റോട് വെറുതെ വർത്താൻ പറഞ്ഞ് ആരുമില്ലെങ്കിൽ ഇവറ്റോടൊക്കെ വർത്താൻ പറഞ്ഞ് സമയം കളയും. മരങ്ങളോടും കിളികളോടും ഒക്കെ വെച്ചോണ്ട്. ഇവിടെ കല്ലുണ്ട്, ഒരു കല്ല്. ആ കല്ലിനെ എടുത്ത് കളയും, അല്ലെങ്കിൽ അത് ശരിയല്ല. കണ്ട ഒരു കല്ല്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് നശിപ്പിച്ചു. അടുത്തത്
അയ്യോ തല തിരിഞ്ഞു ഇല്ലല്ലേ കറക്റ്റ് ഇനി നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റത്തെ കാല് കേട്ടാ ഇറങ്ങറ ആ നീ എത്തി ഇതേ സരിത തളർന്നു വരുന്നു കഴിഞ്ഞു എന്തായി ഈ ഒക്കെ നിരത്തി കഴിഞ്ഞാ മൈക്ക് വെച്ച് കൊടുക്ക് ഇത് മൈക്ക് വെക്കാൻ നേരല്ലേ, ഞാൻ പോവാ, എനിക്ക് ഇനിയും പോണം. ഞങ്ങളേ ഓരോന്നിങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് പർച്ചേസ് ചെയ്തേക്കണ സാധനങ്ങൾ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ഓരോന്ന് പൊട്ടിച്ചിട്ട് അത് അങ്ങോട്ട് തെറ്റാനും പാടില്ല. ഓരോന്നും കമ്പ്യൂട്ടറിൽ കൈയോടെ എൻട്രി ചെയ്യണം. പിന്നെ അതിൻ്റെ നമ്മളുടെ റേറ്റ് ഇടണം. പിന്നെ അതിൻ്റെ എന്താ പറയുക ബാർകോഡും ഇതൊക്കെ പ്രിൻ്റ് ചെയ്തിട്ട് ഓരോന്നുമ്മിലും ഒട്ടിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു സാധനം പൊട്ടിച്ചിട്ടുള്ളൂ, ഒരു പെട്ടി. എന്നിട്ട് അതിൻ്റെയാണ് ഈ പേപ്പർ മുഴുവൻ. ഇനി ഇത് തുടക്കത്തെ കാരണം കൊണ്ട് നമ്മൾ ചെയ്ത് ഒരു ഭാഗം കൺഫ്യൂഷനായിട്ടേ കുറേ തെറ്റി. അപ്പം ഇതെല്ലാം എനിക്കിനി ഇരുന്ന് കറക്റ്റ് ചെയ്യണം. ടേബിളൊക്കെ വരച്ച് ഞാൻ അതെല്ലാം ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. ഇനി വൈകുന്നേരം ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ നാളെ ഇത് മുഴുവൻ ഇത് അവിടെ ഇരുന്ന് വീണ്ടും ചെയ്യുമ്പോൾ സമയം കുറേ പോവും. പക്ഷെ എനിക്കിനിപ്പോൾ വീണ്ടും തൃശ്ശൂർക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പം ഞാൻ പോവാട്ടെ, ബൈ. ഇനി എന്നെ അങ്ങനെ നമ്മുടെ വീഡിയോയിലൊന്നും അത് ഇനി കാണില്ല. അല്ല നീ ഒരു കാപ്പി ഉണ്ടാക്കി. അയ്യോ എനിക്ക് നേരില്ല, കാപ്പി ഉണ്ടാക്കി കുടിച്ചോ, ബൈ. കാപ്പി ഒരു മിനിറ്റ്. ആ നമ്മുടെ ഈ കാലുകളുടെ അവിടെ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം, മണ്ണിളക്കിയതല്ല. അപ്പോൾ പുല്ലൊക്കെ വേഗം വന്ന് ഉറച്ചോട്ടെ. തിരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആളുകൾ തലയ്ക്ക് എനിക്ക് പ്രാന്തുണ്ടെന്ന് ചോദിക്കും. ഈ വാർപ്പ് കാലിൻ്റെ കടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് പറയും. സത്യത്തിൽ ഇതാണ് അവിടുത്തെ പുല്ല് നിറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ഇതാവും. മരങ്ങൾക്ക് ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കും. വാർപ്പ് കാലിലും വെള്ളം ഒഴിച്ച് കൊടുക്കും. ഇവർക്ക് വെള്ളം ഒഴിച്ച് ഇവർക്ക് എപ്പോഴും നനയ്ക്കണ്ടേ, വെള്ളപ്പൊടും നനച്ച് കൊടുത്താൽ ചെറുതായിട്ട്. അതിനത് കഴിഞ്ഞു, ഭംഗിയായി 4 കാലുകൾ. കാപ്പി കൊണ്ടല്ലേ. ഞാനും തന്നെ ഇവിടേക്ക് പോവാ, പാറമേക്കാവിൽ. ഇന്ന് രാവിലെ ചൊവ്വൂരുള്ള മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു. അപ്പോൾ കണ്ടപ്പോഴേക്കും തിരുമേനി സരിതയല്ലേ എന്ന് ചോദിച്ചു. ശ്രീകോവിലിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എന്നോട് അജുവിന് എന്താ കൊണ്ടുവരാൻ ഞാൻ ചോദിച്ചു. കുറേ സംസാരിച്ചു ആള്. ആ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു തിരുമേനി. നമ്മുടെ വീഡിയോ അങ്ങനെ കുറേ വീഡിയോകൾ കാണുന്നതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. പനമുക്കിലാണ് ആളുടെ വീട്, നെടുപുഴ. അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയാം, ആ സ്ഥലം കേട്ടിട്ടുണ്ടോ ചോദിച്ചു. പിന്നെ ഞാൻ നെടുപുഴ വിമൻസ് കോളേജിലാണ് പഠിച്ചതെന്ന് പറഞ്ഞു. ആണോ, എന്നിട്ട് തോറ്റൂലേ എന്ന്. ഞാൻ പറഞ്ഞല്ല, തോൽക്കേ ഇലക്ട്രോണിക്സാണ് ഞാൻ പഠിച്ചത്, 71% മാർക്കോട് കൂടിയ പാസ്സായെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ജോലിക്ക് ട്രൈ ചെയ്യാത്ത? എൻ്റെ അറിവിൽ എത്ര പേര് അവിടെ പഠിച്ചു, ഒരു ISROയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഞാൻ പറഞ്ഞു ഞാൻ ജോലിക്ക് ശ്രമിച്ചില്ല എന്ന്. അപ്പോൾ ആൾ പറയാം ഭയങ്കര സീരിയസ് ആയിട്ട്, അത് ഭയങ്കര കഷ്ടമായിട്ട് ആ ജോലിക്ക് ശ്രമിച്ചിരുന്നെങ്കിൽ അജു രക്ഷപ്പെട്ടേനെ. കാരണം സരിത അപ്പം എന്തായാലും വേറെ ആരെങ്കിലുമൊക്കെ കല്യാണം കഴിച്ച് പോയേനല്ലോ. അപ്പോൾ അജുവിന് വേറെ നല്ലൊരു പെണ്ണിന് കിട്ടിയേനേന്ന് ആള് പറയാം അവിടെ നിന്നിട്ട്. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഈ ശ്രീകോവിലിൻ്റെ മുന്നിലായതുകൊണ്ട് ഇതിന് ഞാൻ മറുപടി പറയണില്ല, ഞാൻ പോവാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ലക്ഷ്മി പൂജയൊക്കെ അവിടെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ വാങ്ങി നമ്മൾ ഷോപ്പിൽ കൊണ്ടുവന്ന് വെച്ച് ഇന്ന് ആദ്യമായിട്ട് അവിടെ വിളക്കൊക്കെ വെച്ചു. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് മറ്റേ പാറമേക്കാവിൽ പോകണം. അപ്പം അതിനാണ് ഞാൻ കുളിച്ചിട്ട് പോവാ. കൊണ്ടാക്കി തരുമോ? അല്ലെങ്കിൽ ഓട്ടോ വിളിച്ച് ഞാൻ പോകും. ഞാനും പോകും. എന്നുവെച്ചാൽ ഞാൻ കുളിക്കി ചേട്ടാ അമ്പലത്തിൽ കയറുണ്ടാ. എനിക്ക് നീ ചായ കുടിക്കണം. കുളി കഴിഞ്ഞിട്ട് ചേട്ടൻ മാറിയില്ലെങ്കിൽ ഞാൻ ഓട്ടോ വിളിച്ചു.